അങ്ങനെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ നിന്ന് ഗബ്രി പുറത്തായിരിക്കുകയാണ്. ഒരു ഗെയിം ചേഞ്ചിങ് മൊമെന്റ് തന്നെയാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 6-ന്റെ ഒരു അടിപൊളി പ്രൊമോ വീഡിയോ വന്നിട്ടുണ്ട്. നമ്മുടെ ലാലേട്ടൻ വന്നിട്ട് പറയുന്നുണ്ട്, ഋഷിയും നോറയും ജാസ്മിനും ഗബ്രിയും മാത്രം ഇട്ട് നിൽക്കുക, ബാക്കി നോമിനേഷനിലുള്ള കണ്ടസ്റ്റൻസ് എല്ലാവരും ഇരിക്കുക, നിങ്ങളുടെ റിസൾട്ട് ഞങ്ങൾ നാളെ പറയുന്നതായിരിക്കും. എന്നിട്ട് ഇവരോട് 4 പേരോടും ഗാർഡൻ ഏരിയയിലേക്ക് വരാൻ പറയുന്നുണ്ട്. ഗാർഡൻ ഏരിയയിൽ വെച്ചിട്ട് ഓരോരുത്തരും ഓരോ കാർഡ് വീതം ഇങ്ങനെ സ്ക്രാച്ച് ചെയ്യുന്നുണ്ട്. അതിനകത്ത് നമ്മുടെ നോറയും ഈ പറയുന്ന ഋഷിയും സേവ്ഡ് ആണെന്ന് കാണിക്കുന്നുണ്ട്. അവർ രണ്ടുപേരും വീടിനകത്തേക്ക് പോകുന്നുണ്ട്. പിന്നീട് നമ്മുടെ ഒറ്റ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ഒറ്റ നമ്മുടെ മറ്റേ പ്രണേതാക്കളോ ആയ നമ്മുടെ ഗബ്രിയെയും ജാസ്മിനെയും ഒന്നിച്ച് ആക്ടിവിറ്റി ഏരിയയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അവിടെ ഇരുട്ടത്ത് രണ്ടുപേരും കൂടി കൈ കൂട്ടിപ്പിടിച്ച് നിൽക്കുന്നുണ്ട്. ജാസ്മിൻ ഏകദേശം പൊട്ടിക്കരയുന്നുണ്ട്. ദെൻ അതിനുശേഷം ലാലേട്ടൻ പറയുന്നുണ്ട്, അവിടെ കാണുന്ന കർട്ടൻ അങ്ങോട്ട് നീക്കുക. കർട്ടൻ നീക്കുമ്പോൾ ഗബ്രി എവിക്റ്റഡ് എന്ന് പറഞ്ഞിട്ട് ആ സ്ക്രീനിൽ എഴുതി കാണിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് എഴുതി കാണിക്കുന്നില്ല, എന്തായാലും അങ്ങനെയാണ് എഴുതി കാണിച്ചിരിക്കുന്നത്. ഗബ്രി ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ നിന്ന് പുറത്തായിരിക്കുന്നു. 100% ഉറപ്പായ ഒരു അപ്ഡേറ്റ് തന്നെയാണ്. എന്തൊക്കെയാണെങ്കിലും ഒരു ഗെയിം ചേഞ്ചിങ് മൊമെന്റ് തന്നെയാണ്. ജാസ്മിൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവിടെ നിൽപ്പുണ്ട്. എന്തായാലും ജാസ്മിന്റെ ഗെയിം നല്ല രീതിയിൽ ചേഞ്ച് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഗബ്രി കളിക്കാനുള്ള കളി മൊത്തം ബിഗ് ബോസ് ഹൗസിൽ കളിച്ചു കഴിഞ്ഞു. ഇനി ഗബ്രി എന്ന കണ്ടസ്റ്റന്റിനെ ബിഗ് ബോസിന് ആവശ്യമില്ല. ഒരു ലവ് കോംബോ മെയിൻറ്റെയിൻ ചെയ്യാനാണെങ്കിൽ അവിടെ വേറെ ആൾക്കാരുണ്ട്, നമ്മുടെ ശ്രീതു അർജുനും. അതുകൊണ്ട് തന്നെ ജാസ്മിൻ ഗബ്രി തമ്മിൽ ഇനി ഒരു റിലേഷൻഷിപ്പിൽ ആവാനായിട്ടുള്ള യാതൊരു സാധ്യതയും ബിഗ് ബോസിന് കാണുന്നില്ല. കാരണം ജാസ്മിനെ ഗബ്രിക്ക് വേണ്ട, അത് ഗബ്രി പറയാതെ പറഞ്ഞു കഴിഞ്ഞു അവിടെ. അതുകൊണ്ട് ഇനി അവിടെ അങ്ങനെ ഒരു ഗെയിം ഇല്ല. ഗബ്രിക്ക് പിന്നെ അവിടെ ഇറക്കാനായിട്ട് പുതിയൊരു ഗെയിം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ഗബ്രിയുടെ ദേഷ്യവും സ്നേഹവും വാത്സല്യവും എല്ലാം നമ്മൾ ബിഗ് ബോസ് ഹൗസിൽ കണ്ടു കഴിഞ്ഞു. ഇത്രയൊക്കെ ഉള്ളൂ ഗബ്രി. അപ്പോൾ ഗബ്രി എന്ന വ്യക്തിത്വം അവിടെ വെച്ച് അവസാനിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഗബ്രി ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ നിന്ന് പുറത്തായിരിക്കുന്നു. പിന്നെ നമുക്കറിയാം, ഇപ്പോൾ സപ്പോർട്ടേഴ്സും കാര്യങ്ങളും എടുത്തു നോക്കുകയാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന പോളുകളിലായാലും അൺഒഫീഷ്യൽ വോട്ടിംഗ് സൈറ്റുകളിലായാലും ഗബ്രി എന്ന കണ്ടസ്റ്റന്റിന് വളരെ വോട്ട് കുറവാണ് മറ്റുള്ള കണ്ടസ്റ്റൻസിനെ വെച്ചുകൊണ്ട്. ജാസ്മിൻ ആണെങ്കിലോ ടോപ്പ് 2-ലൊക്കെയാണ് നിൽക്കുന്നത്. നമ്മുടെ ജിൻഡോന് തൊട്ട് താഴെയാണ് ജാസ്മിന്റെ വോട്ടിങ്ങും കാര്യങ്ങളും വരുന്നത്. ആരാണ് വോട്ട് ചെയ്യുന്നതെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ജാസ്മിന് വോട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ നിന്ന് ഗബ്രി പുറത്തായിരിക്കുന്നു. 100% ഉറപ്പായ വാർത്ത. എന്തായാലും നമുക്ക് നോക്കാം ഇനി എങ്ങനെയായിരിക്കും ഗെയിമും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നു എന്നുള്ളത്. ബിഗ് ബോസ് മലയാളം സീസൺ 6-ന്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം.